ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പം നമ്മുടെ ലോകത്ത് ഒരൊറ്റ തെറ്റ് മാത്രമേ ഉള്ളൂ, അത് കട്ടെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരാളെ കൊല്ലുമ്പോൾ കട്ടെടുക്കുന്നത് ഒരു ജീവിതമാണ്. ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിനെയാണ്, കുട്ടിയിൽ നിന്നും ഒരു അച്ഛനെയാണ്. നിങ്ങൾ ഒരാളെ ചതിക്കുമ്പോൾ ഒരാളോട് കാണിക്കുന്ന മാന്യതയാണ് നിങ്ങൾ കട്ടെടുക്കുന്നത്. ഒരാളോട് നിങ്ങൾ കള്ളം പറയുമ്പോൾ കട്ടെടുക്കുന്നത് സത്യം പറയാനുള്ള അയാളുടെ അവകാശത്തെയാണ്. ഇത് എൻ്റെ വാക്കുകളല്ല, ഖാലിദ് ഹുസൈൻ എഴുതിയിട്ടുള്ള ദ കൈറ്റ് റണ്ണർ അല്ലെങ്കിൽ പട്ടം പറത്തുന്നവർ എന്ന ബുക്കിലെ മനോഹരമായ വാക്കുകളാണിത്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഖാലിദ് ഹുസൈൻ എഴുതിയിട്ടുള്ള പട്ടം പറത്തുന്നവർ എന്ന് പറയുന്ന ഒരു നോവലിനെ പറ്റിയിട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച ഖാലിദ് ഹുസൈനി പിന്നീട് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ കാലിഫോർണിയയിൽ ഒരു ഡോക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ദ കൈറ്റ് റണ്ണർ അല്ലെങ്കിൽ പട്ടം പറത്തുന്നവർ എന്നത്. ദ കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രമാ മേനോനാണ്. ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രിയരഞ്ജൻ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 328 പേജുകളുള്ള ഈ ഒരു ബുക്കിനെ 25 ഭാഗങ്ങളായി കണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 40-ലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിന്റെ വില 380 രൂപയാണ്. എന്റെ 2 കണ്ണുകൾക്കും നൂറായ ഹാരിസിനും ഫാരിക്കും പിന്നെ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾക്കും ഈ ഒരു ലൈനിലൂടെയാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അമീറും ഹസനുമാണ്. അമീറിന്റെ കാഴ്ചകളാണ് ഈ നോവൽ മുഴുവനും. അപ്പൊ മറ്റു കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് സംസാരിക്കാൻ അമീർ എന്ന കഥാപാത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളാണ് ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് രൂപത്തിലാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അമീറിലൂടെയും ഹസനിലൂടെയും അന്നത്തെ കാബൂളിനെ അവതരിപ്പിക്കുകയാണ് കഥാകൃത്ത് ഇതിലൂടെ ചെയ്യുന്നത്. സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന ജനങ്ങൾ, തീവ്രവാദത്തിന്റെ തുടക്കം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വാഴ്ച, ഇതൊക്കെ വളരെ വിശദമായി തന്നെ ഈ നോവലിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ പകുതി ഭാഗം വരെ അമീറിന്റെയും ഹസന്റെയും കൗമാരകാലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള പേജുകളിൽ അമേരിക്കയിലേക്കുള്ള അവരുടെ പലായനവും അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നു. ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വളരെ ടച്ചിങ് ആവുന്ന രീതിയിലാണ് ഈ ഒരു കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡിവോസ്റ്റിംഗ്, അൺഫോർഗെറ്റബിൾ, ഹാർട്ട് ബ്രേക്കിംഗ്, ഹണ്ടിങ്. ഈ പുസ്തകത്തെ വർണ്ണിക്കാൻ ഇതിലും അനുയോജ്യമായ മറ്റു വാക്കുകളില്ല. ഈ ബുക്ക് വായിക്കുന്ന ഓരോ ആളുകളും അതിൽ ഇൻവോൾവ് ആയി പോകുന്ന തരത്തിലാണ് ഈ ഒരു പുസ്തകത്തിന്റെ രചന നടത്തിയിട്ടുള്ളത്. തീർച്ചയായും എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ അഥവാ പട്ടം പറത്തുന്നവർ.